Hello viewers, welcome to Vikruz Tech. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു വിക്രമൻ. അപ്പം ആദ്യമായി എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മുടെ Macbook 2017 മോഡൽ നമ്മൾ ഈ ഇടയ്ക്ക് പർച്ചേസ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യമായാണ് ഒരു ലാപ്ടോപ്പ് അൺബോക്സ് ചെയ്യുന്നത്, അതും ആപ്പിൾ മാക്ബുക്ക് എയറിൻ്റെ 2017 മോഡലാണ് ഞാനിന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം വൈറ്റ് ഫിനിഷിലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ലോഗോയും നമുക്ക് കാണാൻ സാധിക്കും. ആപ്പിളിൻ്റെ ലോഗോ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രോഡക്റ്റിൻ്റെ പേര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രോഡക്റ്റിൻ്റെ ഒരു സൈഡ് വ്യൂവും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് നല്ല തിന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യൂവും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ലാപ്ടോപ്പ് ഷാർജയ്ക്ക് അടുത്തുള്ള ഒരു ലുലു മോളിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇത് 2017 മോഡലാണെങ്കിൽ പോലും നമുക്കിത് ഓഫറിനാണ് ഇവിടെ കിട്ടിയത്. അതായത് 3099 ദിർഹത്തിനാണ് ഇന്ന് ഈ ലാപ്ടോപ്പ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലാണെന്നുണ്ടെങ്കിൽ 61,980 രൂപയ്ക്കാണ് നമുക്ക് ഈ ലാപ്ടോപ്പ് ഇന്നിവിടെ കിട്ടിയിട്ടുള്ളത്. നാട്ടിലാണെങ്കിൽ തന്നെയും ഇതിന് ഇന്ന് ആമസോണിൽ 66,000 രൂപ വിലയുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ്, ആ ബോക്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലാപ്ടോപ്പും അതിൻ്റെ അടിയിലുള്ള ആക്സസറീസും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ അടുക്കി പെറുക്കി ചിട്ടയായിട്ടാണ് വച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്സസറി പരിചയപ്പെടാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ പവർ പ്ലഗ് ആണ്. നമ്മൾ പ്ലഗ് കണക്ട് ചെയ്യുന്ന, അതായത് അഡാപ്റ്ററിൻ്റെ പ്ലഗ് കണക്ട് ചെയ്യുന്ന പവർ പ്ലഗ് ആണ്. നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്റ്റൻഷൻ കേബിളും കൂടി അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ അഡാപ്റ്ററിലോട്ട് ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് ദൂരെ ഇരുന്നൊക്കെ നമുക്ക് ചാർജ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ എക്സ്റ്റൻഷൻ ലാപ്ടോപ്പ് തന്നെ നമുക്ക് തരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അഡാപ്റ്ററായിട്ട് വരുന്നത്. ഈ അഡാപ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിറ്റാച്ചബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മറ്റൊരു എഡ്ജ് നമുക്ക് ഇതുപോലെ തന്നെ ഈ അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ പോലെ ആയിട്ട് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് ദൂരെ ഇരുന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിനെ ചാർജ് ചെയ്യുകയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. വേറൊരു അഡാപ്റ്റർ അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് നമ്മുടെ ചാർജർ പോയിൻ്റായിട്ട് വരുന്നത്. ഇത് മാഗ്നറ്റിക് ചാർജറാണ്. നമുക്കതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഈ മാഗ്നറ്റിക് ചാർജർ നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 തരത്തിലുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ചുവപ്പും ഒന്ന് പച്ചയും. ചുവപ്പാണെങ്കിൽ ചാർജ് കയറുന്നു എന്നാണ് അർത്ഥം. ചാർജ് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ച ലൈറ്റ് അതിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഈ മാഗ്നറ്റിക് ചാർജേഴ്സ് ഇപ്പോൾ പല മോഡലുകളിലും അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും പയനിയേഴ്സ് എന്ന് പറയുന്നത്, അതായത് തുടക്കക്കാരെന്ന് പറയുന്നത് ആപ്പിൾ തന്നെയാണ്. ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് ബാക്കി കമ്പനികൾ കോപ്പി അടിക്കുകയും അവരുടേതായിട്ടുള്ള പ്രോഡക്ട്സിൽ അവർ ഇൻബിൽഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 13.3 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഹാൻഡി ആയിട്ടുള്ള ലാപ്ടോപ്പാണ്. വെയിറ്റ് വളരെ കുറവാണ്. നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഈസി ടു ക്യാരി എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. കാരണം നമുക്കിത് എവിടെയെങ്കിലും കൊണ്ടുപോകുന്നെങ്കിൽ തന്നെയും വളരെ സുഖകരമായിട്ട് നമുക്ക് കയ്യിൽ കൊണ്ടുപോകാം. എൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പുണ്ട്, അസ്യൂസിൻ്റെ ലാപ്ടോപ്പാണ്. അത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിറ്റുള്ള ലാപ്ടോപ്പാണ്. പക്ഷേ ഇത് വളരെ സ്ലീക്കാണ്, നല്ല പെർഫോമൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വില എന്ന് പറയുന്നത് എൻ്റെ ലാപ്ടോപ്പിനെക്കാട്ടിൽ 2 ഇരട്ടി കൂടുതലാണ്. അത് ആപ്പിളുടെ ബ്രാൻഡിങ്ങിനാണ് അവർ വില കൽപ്പിക്കുന്നത്.
അപ്പോൾ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ആദ്യമായി ഇത് 13.3 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആപ്പിളിൻ്റെ തന്നെയാണ്, നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇവർ ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1.8 GHz ഡ്യുവൽ കോർ ഇൻ്റൽ i5 പ്രോസസ്സറാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നെ 128 GB സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ 8 GB RAM ആണ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഒട്ടും കുറയ്ക്കാതെ തന്നെ ആപ്പിൾ ഇതിൽ HD ഗ്രാഫിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ പറയുന്നുണ്ടെങ്കിൽ 720 പിക്സൽസിൻ്റെ ഫേസ് ടൈം HD ക്യാമറയാണ് നമുക്കിതിൽ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ക്യാമറയാണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 2 മൈക്രോഫോൺസ് ഉണ്ട് നമുക്കിതിൻ്റെ സൈഡിലായിട്ട്. 3.5 mm ഹെഡ്ഫോൺ ജാക്കും നമുക്കിതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ബാറ്ററിയുടെയും അതിൻ്റെ പവറിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 hours വയർലെസ് വെബായിട്ട്, അതായത് നമ്മുടെ വൈഫൈ യൂസ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് 12 hours ഇതിൻ്റെ ബാക്കപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 12 hours നമ്മൾ ഐട്യൂൺസ് മൂവി പ്ലേ ബാക്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളാരും അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഐട്യൂൺസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ നമുക്ക് അതിൻ്റെ ബാക്കപ്പ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡ് ബൈ, അതായത് സ്ലീപ്പ് മോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 days വരെ നമുക്ക് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കീപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി പവർ പറയുകയാണെന്നുണ്ടെങ്കിൽ 54 വാട്ടിൻ്റെ ലിത്തിയം പോളിമർ ബാറ്ററിയാണ് ഇവർ ഇതിൽ യൂസ് ചെയ്യുന്നത്. 45 വാട്ടിൻ്റെ മെഗാസേഫ് 2 പവർ അഡാപ്റ്റർ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷൻസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഈ ലാപ്ടോപ്പിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ തണ്ടർബോൾട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തണ്ടർബോൾട്ട് എന്ന് പറയുന്നത് നമുക്കിതിൽ ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ്. അതായത് നമ്മുടെ HDMI അതുപോലെ തന്നെ VGA അതിന് പകരമായിട്ട് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നത് തണ്ടർബോൾട്ട് ഡിസ്പ്ലേ ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്കിതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ USB 3.0 ആണ്. USB നമുക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ പുറത്തുള്ള ഡിവൈസസ്, അതായത് ഹാർഡ് ഡിസ്കോ മൊബൈലോ നമുക്കിതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നതെന്ന് പറയുന്നത് SD കാർഡിൻ്റെ സ്ലോട്ടാണ്. നമുക്ക് SD കാർഡ് അതിനകത്ത് ഇട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്ത സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് മാഗ്നറ്റിക് ചാർജറിൻ്റെ പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും ഒരു 3.0 USB നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും തൊട്ടടുത്തായിട്ട് 3.5 mm ജാക്കും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ മാഗ്നറ്റിക് ഒരു ക്ലോഷർ ഉണ്ട്. ആ മാഗ്നറ്റിക് ക്ലോഷർ ആ ലാപ്ടോപ്പിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ സ്ലീക്കാണ്. വെയിറ്റ് എന്ന് പറയുന്നത് ഒട്ടുമില്ല. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സുഖമായിട്ട് ക്യാരി ചെയ്യാൻ സാധിക്കും ഇതിനെ. അതുപോലെ തന്നെ ഇതിന് കീബോർഡ് ബാക്ക്ലിറ്റ്സ് അവൈലബിൾ ആണ്. ഈ കീബോർഡിൻ്റെ ലൈറ്റ്സ് നമുക്ക് അതിൻ്റെ പവർ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതായത് ബ്രൈറ്റ്നസ് കൂട്ടാനും ബ്രൈറ്റ്നസ് കുറയ്ക്കാനുമായിട്ട് നമുക്കിതിൽ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ആ ആപ്പിളിൻ്റെ ലോഗോ ആ കത്തി നിൽക്കുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത് അതാണ്. അതിപ്പോഴത്തെ ഓൾമോസ്റ്റ് ഓൾ ആപ്പിൾ ലാപ്ടോപ്സിൽ മിസ്സിംഗ് ആണെന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോകളിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് വിഷ്ണു വിക്രമൻ ഫ്രം വിക്രൂസ് ടെക് ആൻഡ് വ്ളോഗ്സ്. താങ്ക് യു.